ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമിയയും പാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, നിങ്ങൾ ഇതുവരെ കുടിക്കാത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് കൂൾ ഡ്രിങ്ക് ആയിട്ടും അല്ലെങ്കിൽ ഹോട്ടായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ടൊരു പാത്രം സ്റ്റവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് പാൽ നന്നായിട്ട് തിളച്ച് വരണം. നല്ലപോലെ തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. സേമിയ വറുത്തതോ വറുക്കാത്തോ എടുക്കാം. ഞാനിപ്പോൾ വറുത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇനി സേമിയ അടിയിലൊന്നും പിടിക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നല്ലപോലെ തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് നമ്മൾ ഡേറ്റ്സ്, അതായത് ഈന്തപ്പഴമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 4-5 ഈന്തപ്പഴം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിൽ കുതിർത്തിയിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകും. ഈന്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം ഇത് ചൂടാറാനായിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കസ്കസ് കുതിർത്തിയത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ കസ്കസ് ചേർക്കണം, അപ്പോഴാണ് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത്ര മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുടിക്കാം കേട്ടോ. അതുപോലെ തന്നെ കസ്കസ് ചേർക്കാതെ നമുക്ക് ചൂടോടെ പായസം പോലെയും കുടിക്കാം. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചിട്ടാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഇഫ്താർ ടൈമിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡ്രിങ്കാണ്. ഈന്തപ്പഴത്തിൻ്റെ ഒരു ഫ്ലേവറാണ് കേട്ടോ കൂടുതൽ വരുന്നത്. നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് കുറച്ച് ആപ്പിളൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ കുടിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, നട്ട്സൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക്